ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമ്മൾ ചെയ്തൊരു ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ മനസ്സിൽ കണ്ട ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതിന് ചേരുന്ന മെറ്റീരിയൽസും ഞാൻ വാങ്ങിയിട്ടുണ്ട്. പോളി കോട്ടൺ ആണ്. ബ്ലൗസിനും സ്കേർട്ടിനും വാങ്ങിയിരിക്കുന്ന പോളി കോട്ടൺ ആണ്. അപ്പോൾ അതേ രീതിയിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കൊടുത്ത് ചെയ്യാം. ക്രോപ്പ് ടോപ്പ് മോഡലാണ് ബ്ലൗസ്. അതിന് വേണ്ടി ആദ്യം ലൈനിങ് കട്ട് ചെയ്യുവാണ്. ലൈനിങ് അനുസരിച്ച് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള മെയിൻ ക്ലോത്തിൽ ട്രേസ് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നെക്കിലും സ്പ്രെഡിങ്സ് ആയിട്ടാണ് കേട്ടോ, ഗ്രീൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സെയിം ലുക്കൊന്നും വന്നില്ലെങ്കിലും നമ്മുടേതായ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ സെയിം ലുക്ക് വരുത്താൻ നോക്കരുത്. നമ്മുടേതായ ചേഞ്ചസും മോഡിഫിക്കേഷനും ഒക്കെ അതിൽ വരുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യുക കേട്ടോ. ഞാൻ ആൻറ്റിക് ബീഡാണ് യൂസ് ചെയ്യുന്നത്, ഷുഗർ ബീഡ്സിനും. പിന്നെ ഒരു വൈറ്റ് പേളിൻ്റെ ചെയിനൂടെ ആഡ് ചെയ്തു. പിന്നെ തിലകം സ്റ്റോണാണ് കേട്ടോ, ഗ്രീൻ കളറിലെ നല്ല തിലകം സ്റ്റോണാണ്. ഈ പിങ്കിനകത്ത് ഗ്രീൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹാൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടോ. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ചെയ്യിക്കുന്ന ഡ്രസ്സൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് നല്ല സന്തോഷം കിട്ടുന്നത്. അങ്ങനെതാ മെയിൻ ഹൈലൈറ്റ് തിലകം സ്റ്റോണ്, നല്ല ഗ്രീൻ കളറായിരുന്നു കേട്ടോ. അതാണ് അത്രയും ഭംഗിയാക്കി തന്നത്. ബ്ലൗസിൻ്റെ ബോഡി മൊത്തം ഇതേപോലെ സ്പ്രെഡിങ്സ് കൊടുത്തു കേട്ടോ. നെക്ക് ചെയ്തപ്പോഴാണ് ആ തിലകം സ്റ്റോണിൻ്റെ ഭംഗി മനസ്സിലായത്. അപ്പം ഞാൻ ബോഡി ഫുള്ളും കൊടുത്തു. ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് വേണം ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പിന്നെ സ്കേർട്ടിൻ്റെ താഴത്ത് നമ്മൾ 2 ലേസ് ആഡ് ചെയ്തിരുന്നു. നമ്മുടെ റെഫറൻസ് പിക്കിലെ പോലെ തന്നെ ആ സെയിം ലേസൊന്നും അല്ല കേട്ടോ, എന്നാലും ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ലേസും കിട്ടി കേട്ടോ. അപ്പോൾ ലേസ് ഇതാണ് കേട്ടോ. നന്നായിട്ട് ലുക്കിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിച്ചു ഈ ലേസ്. അപ്പോൾ 5 to 6 ഇയേഴ്സിൻ്റെ അളവിനാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ 3.5 മീറ്റേഴ്സ് ഓഫ് സ്കേർട്ട് തന്നെ ചെയ്തു. അപ്പോൾ നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട്. സ്കേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വിരിഞ്ഞ് നിൽക്കുന്നാൽ നന്നായിരിക്കും. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഔട്ട്ലുക്ക്. ഒരുപാട് ഭംഗിയാണ് കേട്ടോ. നേരിട്ട് കാണാനായിട്ട് എത്രത്തോളം ഭംഗി ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. റെഫറൻസ് പിക്കിനകത്ത് നമ്മൾ കണ്ടത് സാരിയാണ് കേട്ടോ, മെറ്റീരിയൽ അല്ല, റണ്ണിങ് മെറ്റീരിയൽ അല്ല. അപ്പോൾ ഇത് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ വെച്ചിട്ടല്ലേ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡായി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കുഞ്ഞു പെണ്ണിന് നന്നായി ചെയ്തുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാൻ ഞാൻ തിരക്ക് പിടിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ സ്കേർട്ട് ആൻഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ കയറി കാണുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.